സ്വാമി സൂര്യ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ അമാവാസ്യയ്ക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ധ്യാനത്തെക്കുറിച്ചിട്ടാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി 8 മുതൽ 9 വരെ അമാവാസ്യയോടനുബന്ധിച്ചിട്ടുള്ള ധ്യാനമുണ്ടായിരിക്കും. ലളിതാ സഹസ്രനാമത്തിലെ ചില ദിവ്യനാമങ്ങളെ ജപിച്ചുകൊണ്ടുള്ള ധ്യാനമായിരിക്കും. ലളിതാ സഹസ്രനാമം ഓരോ മനുഷ്യനെയും വളരെ കാര്യമായി സ്പർശിക്കുന്നുണ്ട്. ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കത് ഗ്രഹിക്കാവുന്നതാണ്. ഏതായാലും അന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്ന ആ ദിവ്യനാമങ്ങൾ ഇപ്പോൾ പറയാം. അത് കേട്ട് എല്ലാവരും അതുമായി ഒന്ന് പരിചയപ്പെട്ട് ധ്യാനത്തിലേക്ക് വരാൻ ശ്രമിക്കുക. ലളിതാ സഹസ്രനാമം ധ്യാനം ചെയ്താൽ നമ്മളുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും പല നേട്ടങ്ങളും നമുക്ക് ലഭിക്കും. ഇത് തീർച്ചയാണ്, ഇത് സത്യമാണ്. അപ്പോൾ മന്ത്രങ്ങളെ പറയാം. ദുർലഭ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രീ സുഖപ്രദാ ദുഷ്ടധൂരാ ദുരാചാരശമനീ ദോഷവർജിതാ സർവജ്ഞാ സാന്ദ്രകരുണാം സമാനാധികവർജിതാം സർവശക്തിമയീ സർവമംഗളാ സദ്ഗതിപ്രദാം സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണീ സർവയന്ത്രാത്മികാം സർവതന്ത്രരൂപാ മനോത്മനീ മാഹേശ്വരീ മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയാ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാബല മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർ മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഘക്രമാരാധ്യ മഹാകൽമതാണ്ഡവസാക്ഷിണി മഹാകാമേശമഹിഷി മഹാത്രിപുരസുന്ദരി. ഇത്രയും 47 ദിവ്യനാമങ്ങളാണ് അന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ 1-2 പ്രാവശ്യം കേട്ടാൽ എല്ലാവർക്കും ഇതുമായിട്ട് ഒന്ന് പരിചയപ്പെടുവാനും പിന്നെ ബൈഹാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇത് നിത്യം കേട്ടാൽ ഈ 47 നാമങ്ങൾ ഇങ്ങനെ 47 നാമങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു 35 നാമങ്ങളായിട്ടോ ഓരോ പൗർണമിക്കും അമാവാസ്യയ്ക്കും ഈ ലളിതാ സഹസ്രനാമ ധ്യാനം, അതായത് ശിവശക്തി ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരണം. കൂടുതൽ ആളുകളിലേക്ക് ഇതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരികയും വേണം. എല്ലാവർക്കും ഇത് ഉപകാരം ചെയ്യുന്ന ഒന്നാണ് ഈ ധ്യാനം. പ്രത്യേകിച്ച് ശിവശക്തി ധ്യാനം, ലളിതാ സഹസ്രനാമ ധ്യാനം. അതിൻ്റെ അർത്ഥവും നിത്യം പറയുന്നുണ്ട്. ഒരു നാമത്തിൻ്റെ അർത്ഥം നിത്യവും പറഞ്ഞുകൊണ്ട് ധ്യാനം ചെയ്യുന്നുണ്ട്. 6 മുതൽ 6:20 വരെ രാത്രി. അതിലേക്കും എല്ലാവരും വരണം. ലളിതാ സഹസ്രനാമം ഹിന്ദുക്കളുടെ ഇടയിൽ നമ്മൾ പ്രചാരത്തിൽ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അതിലെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അതുതന്നെയാണ് ഈ ലളിതാ സഹസ്രനാമം രചിച്ച വശിന്യാദി വാഗ്ദേവതമാരും താല്പര്യപ്പെടുന്നത്. ഇതെല്ലാവരിലും പോയി ചേരണം. എല്ലാവരും സഹകരിക്കുക. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനെ നിങ്ങൾക്കറിയുന്നവർക്കെല്ലാം ഷെയർ ചെയ്യുക. ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.